അരവിന്ദേ, ആനന്ദിനെ കൊണ്ടുവന്നപ്പോ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നത് അരവിന്ദ് ആകെ ടെൻഷനിലാണല്ലോ. എന്താ അരവിന്ദ്, ആനന്ദിന് അപകടമൊന്നും പറ്റിയില്ലല്ലോ? അപകടമൊന്നും പറ്റിയില്ല, പക്ഷെ വലിയൊരു അപകടത്തിലായിപ്പോയെന്നെ. ബ്രോയല്ല, കല്യാണി. മനസ്സിലായില്ല. നന്ദന, കല്യാണിന്റെ ഏട്ടത്തിയമ്മ. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകൾ. അങ്ങനെയുള്ള കല്യാണിയെ നാടോടി സ്ത്രീകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ലാഘവത്തിൽ വെറും ഒരു SI അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് അടച്ചത്. നീ ഒന്ന് വ്യക്തമായിട്ട് പറ. നന്ദന, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിന്നെയാണ് ഈ രീതിയിൽ ലോക്കപ്പിൽ അടച്ചിരുന്നെങ്കിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇങ്ങനെ മൗനമായിട്ടിരിക്കും തോന്നുന്നുണ്ടോ? ഇതിനകം കള്ളക്കേസ് ചമച്ച അറസ്റ്റ് ചെയ്ത SIയുടെ ചെയ്ത കത്തി തീർന്നേനെ. അപ്പൊ എന്തേ കല്യാണി തൃച്ചംബരത്തെ മരുമകളല്ലേ? അതോ കല്യാണിയുടെ മാനത്തിന് വിലയില്ലേ? എനിക്ക് അരവിന്ദിന്റെ മനസ്സ് മനസ്സിലാവാഞ്ഞിട്ടല്ല, ഇതാ പോലീസുകാരനെ കൊണ്ട് ആരോ ചെയ്യിച്ചതാ. പത്രത്തിൽ ഇതെല്ലാം അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ കല്യാണി നാളെ ജീവനോടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അരവിന്ദ്, കല്യാണി എനിക്ക് എന്റെ കൂടെപ്പറപ്പിനെ പോലെയാ. ആ മനസ്സിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വം. എന്റെ സഹോദരിയെ ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ നിലയ്ക്ക് നിർത്താൻ ഈ തൃച്ചംബരത്തെ മരുമകൾ പട്ടമൊന്നും വേണ്ട എനിക്ക്. സ്വത്തും സമ്പത്തും അധികാരവുമുള്ള നാരായണന്റെ മകളായിട്ടിരുന്നാൽ മാത്രം മതി എനിക്ക്. അരവിന്ദ് സ്വസ്ഥമായിട്ട് ഉറങ്ങ. നന്ദനയാ പറയുന്നത്. അവൻ ഇനി സർവീസിൽ ഉണ്ടാവില്ല. അത് പോരെ അരവിന്ദന്? ഉണ്ടാവരുത്. എന്റെ ഭർത്താവിനെ കൊണ്ട് കഴിയഞ്ഞിട്ടല്ല, എന്റെ സഹോദരിയോട് കാട്ടിയ അപമര്യാദയ്ക്ക് എന്റെ വക ഒരു പ്രതികാരം. അങ്ങനെ അതിനെ കണ്ടാ മതി. പോയി കിടന്നുറങ്ങ. ഓ, കല്യാണി, ഇനി സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടിയേ പറ്റൂ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ വേണം പോസ്റ്റ് ചെയ്യാൻ. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ എത്തിച്ചേരാൻ പറ്റൂ. കല്യാണി, കല്യാണി, നീ ഇവിടെ ഇല്ലേ? നീ കരയായിരുന്നോ കല്യാണി? ഒന്നുമില്ല വല്യുഞ്ഞെ. ആ ബ്യൂട്ടി പാർലറിൽ പോയപ്പോ തന്നെ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. മനഃപൂർവ്വ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. പല പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തുടങ്ങിയതാ. എന്താ കല്യാണി ഇത്? നീ ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുവാണോ? അത് കളയ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരുന്ന ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, മറന്നേക്ക്. വല്യുഞ്ഞെ, ആ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് അയാൾ എന്നെ അപമാനിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ മടങ്ങി വരില്ലായിരുന്നു. അതോടെ എല്ലാം അവസാനിപ്പിച്ചേനെ. കല്യാണി, നീ എന്താ ഇങ്ങനെ? എല്ലാം അവസാനിപ്പിക്കാനാണോ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്? മാനം നഷ്ടപ്പെട്ടിട്ട് വല്യുഞ്ഞിന്റെ പെണ്ണായിട്ട് എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞതൊന്നും ഓർക്കരുതെന്ന്. അങ്ങനെ ഓർക്കാനാണെങ്കിൽ ഇത് മാത്രമല്ലല്ലോ, ഇതിലും വലുതായി എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു. അതൊക്കെ എന്റെ വല്യുഞ്ഞിനെ സ്വന്തമാക്കാനായിരുന്നില്ലേ? ഞാൻ നിന്റെ സ്വന്തമായില്ലേ?
ഇങ്ങനെ സ്വന്തമാക്കിയത് കരഞ്ഞു തീർക്കാനല്ല, ജീവിച്ച് കാണിക്കാനാ. നോക്ക്, ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് എല്ലാരും പറയുമ്പോഴും എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിന്റെ ലോകമാണ് എന്റെ ലോകം. അതാണ് നമ്മുടെ ലോകം, നമ്മുടെ മാത്രം ലോകം. എന്നാലും വല്യുഞ്ഞ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? എന്റെ മേലേക്ക് ഇങ്ങനെ ശാപം വാരിയെറിയുന്ന ദൈവങ്ങൾക്ക് മടുക്കുന്നില്ലേ? വേണ്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നീ പോയി ഒരു പുതിനാട്ടി ഇട്ടുണ്ടോ? ചെല്ല് ചെല്ല് കല്യാണി. എന്തു പറ്റി നീങ്കുട്ട? എന്തിനാ നീ കരയുന്നത്? എന്താ നിനക്ക്? നീ കാര്യം പറ. മേഡം, എന്റെ ചേച്ചി ഒരു പാവ. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്റെ ചേച്ചിക്ക്. ഇത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മേഡം, എന്റെ ചേച്ചിക്ക് മേഡം ദൈവ. ഈ ലോകത്തിൽ എന്തിനേക്കാളും ചേച്ചിക്ക് ഇഷ്ടം മേഡത്തിനെയാ. ഞങ്ങൾക്ക് സങ്കടം പറയാനും ഞങ്ങളുടെ സങ്കടം കേൾക്കാനും ആരും ഇല്ല മേഡം. മേഡത്തിനറിയോ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ ചേച്ചി ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോ ഭാവം വല്യുഞ്ഞെ കാണാതെ തങ്ങളുടെ ഉള്ളിലൊതുക്കി കരയുക. ചേച്ചിയെ ഇന്ന് പോലീസ് പിടിച്ചോണ്ട് പോയത് അറിഞ്ഞില്ല മേഡം. പത്രത്തിലോ ടിവിയിലോ എങ്ങാനും വാർത്ത വന്നിരുന്നെങ്കിൽ പിന്നെ എന്റെ ചേച്ചി ജീവനോടെ. മേഡമാണോ എന്റെ ചേച്ചിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്? എന്റെ ചേച്ചിക്ക് ആരും ശത്രുക്കളില്ല. ഈ തൃച്ചംബരത്തിന്റെ ശത്രുക്കളാ ഓ എന്റെ ചേച്ചി ഇല്ലാതാക്കാൻ നോക്കുന്ന. എന്റെ ചേച്ചി രക്ഷിക്കണം. എന്താ നീങ്കുട്ട ഇത്? എഴുന്നേക്ക്, എഴുന്നേക്ക്. ചേച്ചിയും കൂടെ നഷ്ടപ്പെട്ട പിന്നെ എനിക്ക് ആരും ഇല്ല മേഡം. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ ചേച്ചി അമ്മയുടെ അടുത്ത് എത്തും മുമ്പേ ഞാനങ്ങ് എത്തും. എന്താ നീങ്കുട്ട ഇത്? നീ ഒരു ആൺകുട്ടിയല്ലേ? ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? എന്റെ ചേച്ചി ഇല്ലാത്ത ലോകത്ത് ഞാനും ഉണ്ടാവില്ല മേഡം. ചേച്ചി പോലെ തന്നെ മേഡം എന്റെ ദൈവ. ഞാൻ എന്റെ ദൈവത്തിനോട് ഈ സങ്കടം പറയുന്നേ. അനിയൻകുട്ട, ഞാൻ ആരുടെയും ദൈവമല്ല. നിനക്ക് നിന്റെ ചേച്ചിയെ പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന വിങ്ങല നിനക്ക്. അതെനിക്ക് മനസ്സിലാകും, നന്നായിട്ട് മനസ്സിലാകും. നീ കരയണ്ട, ചെല്ല്, പോയി കിടന്നുറങ്ങ, ചെല്ല്.
അനിയൻകുട്ടാ, പഠിച്ചത് മതി. ദാ ആഹാരം. അനിയൻകുട്ടാ, അനിയൻകുട്ടാ, അനിയൻകുട്ടാ. ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. അനിയൻകുട്ടാ. എന്താ കല്യാണി? അനിയൻകുട്ടിനെ റൂമിൽ കാണുന്നില്ല വലിയുഞ്ഞേ. ആ, അവൻ വല്ല വാഷ്റൂമിലോ മറ്റോ കാണും. നിക്ക്, നീ ഇതെവിടെ പോയിരുന്നതാ? അനിയൻകുട്ടാ, നിന്നോടാ ഞാൻ ചോദിച്ചത്, ഈ രാത്രിയിൽ നീ എവിടെയാ പോയിരുന്നത്? തൃച്ചംബരത്ത്. തൃച്ചംബരത്തോ? എന്തിന്? ആരെ കാണാൻ? അനിയൻകുട്ടാ, നീ ഈ രാത്രി എന്തിനാ തൃച്ചംബരത്തേക്ക് പോയത്? അരവിന്ദിനെ കാണാനാണോ? എന്താടാ വല്ലതും ചോദിച്ചു കേട്ടില്ലേ? അനിയൻകുട്ടാ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കലേ. പറയ്, ചോദിച്ചത് കേട്ടില്ലേ? എന്താ കല്യാണി ഇത്? അവനെ വെറുതെ അടിക്കണ്ട. അവൻ പറയും. അനിയൻകുട്ടാ, പറ മോനെ, നീ എന്തിനാ അവിടേക്ക് പോയത്? ഇവൻ പറയില്ല വല്യുഞ്ഞെ. ഞാൻ അഖില മേഡത്തിനെ കാണാൻ. മേഡം കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്? എന്റെ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്. അനിയൻകുട്ടാ, നീ എന്നിട്ട് അമ്മയെ കണ്ടോ? എന്തു പറഞ്ഞു? ഈശ്വര, ഇവൻ മാഡത്തിനോട് എന്തൊക്കെ പോയി പറഞ്ഞു കാണുമെന്തോ. നിന്നോട് ആരാണോ പറഞ്ഞത് എന്നെ പോലീസിൽ പിടിപ്പിച്ച അഖില മേഡം ആണെന്ന്? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ രാത്രി അവിടെ പോയി മാഡത്തിനോട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? അനിയൻകുട്ടാ, എന്താ ഉണ്ടായത്? വലിയകുഞ്ഞിനോട് പറയ. നമ്മുടെ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ വിൽക്കാതിരിക്കാൻ ശ്രമിച്ചത് മേഡം അല്ലേ? അപ്പൊ ചേച്ചി പോലീസിൽ പിടിപ്പിച്ചത് മേഡം തന്നെ ആയിരിക്കില്ലേ? ഞാനത് മേഡത്തിനോട് ചോദിച്ചു. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? എന്നെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഇനിയെങ്കിലും എന്റെ ചേച്ചിയും വലിക്കിനെ ഉപദ്രവിക്കരുന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. ഈശ്വര, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് ആർക്കറിയാം? ഏയ്, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയുന്നത് കേട്ടപ്പോ അവന് വിഷമം തോന്നി. അവനത് പോയി അമ്മയോട് ചോദിച്ചു. അമ്മ അത് കാര്യമായിട്ട് എടുക്കില്ല. വല്യുഞ്ഞെ, ഇതങ്ങനെയല്ല. നമ്മൾ ഈ കേസില് അഖില മാഡത്തിനെയാണ് സംശയിക്കുന്നത് മാഡം കരുതില്ലേ? അങ്ങനെ വന്ന മാഡത്തിന്റെ വാശി കൂടുള്ളൂ. കല്യാണി, ഒന്നാലോചിച്ച അനിയൻകുട്ടൻ ചെയ്തത് ശരിയാ. നിഷ്കളങ്കമായ അവന്റെ മനസ്സിൽ തോന്നിയ സംശയം അവൻ അമ്മയോട് ചോദിച്ചു. അതിലൊരു തെറ്റുമില്ല. നീ കരുതുന്ന പോലെ അമ്മ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. വല്യുഞ്ഞെന്താ ഇവനെ ന്യായീകരിക്കുക? നല്ല അടിയുടെ കുറവാ ഇവന്. സാരമില്ല, പോട്ടെ. നീ അവന് ആഹാരം കൊടുക്ക. ചെല്ല അനിയൻകുട്ടാ. നടക്കങ്ങോട്ട് പോയി കൈ എഴുവ്. പോ. ആന്റി, ചിലരൊക്കെ പ്രതികരിക്കാത്തത് പേടികൊണ്ട് മാത്രമാവില്ല, ഒറ്റപ്പെട്ടു പോകുന്നുള്ള തോന്നലുകൊണ്ട് കൂടിയ. സ്വയം വരുത്തി വെച്ചതിന്റെ ഫലം അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ സ്വയം പഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ആന്റി, ആന്റി പറഞ്ഞ വാക്കുകൾക്കുള്ളിൽ ഒരു നെടുവീർപ്പിന്റെ അകലമുണ്ട്.
നന്ദന, അതെ ആന്റി, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഒരിക്കലും ഈ അവസ്ഥ വരില്ല. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മരുമകളായ ഈ നന്ദനയുടെ മാനവും പെരുവഴിയിൽ വെച്ച് ഇങ്ങനെ പരീക്ഷിക്കപ്പെടില്ല. അതെ ആന്റി, ഏത് കാക്കിയിട്ടവനും കൈവിറയ്ക്കും. അതിന് കാരണം തൃച്ചംബരം എന്ന മേൽവിലാസം. എന്നാ കല്യാണിയെപ്പോലെ താലി കെട്ടിയ ഭർത്താവിന്റെ വീട്ടുകാര് പോലും അംഗീകരിക്കാത്തൊരു പെണ്ണ് കയ്യിലൊരു കഠാര കരുതും. മാനത്തിന് നേരെ കൈവെക്കുന്നവന്റെ മാറ് പിളർക്കാൻ. ആന്റി, കല്യാണിക്ക് സമ്പത്തിനെ കുറവുള്ളൂ, ആത്മാഭിമാനം പണയം വെച്ചിട്ടില്ല. ഈ തൃച്ചംബരത്തിന് വേണ്ടി ആയുസ് കളഞ്ഞ ഒരാളുടെ മകളാ അവള്. ആ പാവ മനുഷ്യൻ മകളോടുള്ള വെറുപ്പ് കൊണ്ടല്ല കല്യാണിയെ ഉപേക്ഷിച്ചിട്ട് പോയത്, ആന്റിയോടുള്ള വിധേയത്വം കൊണ്ടാ. അല്ലെങ്കിൽ മകൾക്ക് താങ്ങാകേണ്ടവൻ ഇരുളിൽ തപ്പുമ്പോഴെങ്കിലും ആ മനുഷ്യൻ പറന്നെത്തുമായിരുന്നു. മോളെ, നീ എന്റെ അതെ ആന്റി,